പ്ലസ് ടി ക്യൂബിനെ ഡിഫറൻസ് ചെയ്താൽ 3t സ്ക്വയർ 3t സ്ക്വയർ കെ 3t സ്ക്വയർ ഡി ടി കെ അല്ലേ? അതല്ലേ നമ്മളുടെ ഡി ആർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്വസ്റ്റ്യൻ്റെ അത് എന്താ എഫ് ഡോട്ട് ഡി ആർ അല്ലേ? അപ്പം നമുക്ക് എഫ് ഡോട്ട് ഡി ആർ എഫ് ഡോട്ട് ഡി ആർ എഫ് ഡോട്ട് ഡി ആർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നായിരുന്നു. എഫ് ഡോട്ട് ഡി ആർ ചെയ്താൽ എന്ത് പറ്റും പറ? എഫ് ഡോട്ട് ഡി ആർ ചെയ്താൽ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ഐ ഡോട്ട് ഐ എന്ത് പറ്റും? 1 ആവും. ജെ ഡോട്ട് ജെ എന്താ 1 ആകും. കെ ഡോട്ട് കെ എന്താവും? 1 ആകും. സെയിം ആയിട്ടുള്ളത് ഡോട്ട് ചെയ്താൽ 1 ആവും. ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഡോട്ട് ചെയ്താൽ 0 ആകും. ഡിഫറെൻ്റ് എന്ന് പറയുമ്പോൾ ഐ ഡോട്ട് ജെ ഈക്വൽ ടു 0 ആയിരിക്കും. ഐ ഡോട്ട് കെ ഈക്വൽ ടു 0 ആണ്. പിന്നെ അതുപോലെ തന്നെ ജെ ഡോട്ട് കെ ഈക്വൽ ടു 0 ആണ് അല്ലേ? അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിരിക്കും. സെയിം ആയിട്ടുള്ളത് ഡോട്ട് ചെയ്താൽ 1 കിട്ടും. അപ്പം നമുക്ക് എഫ് ഡോട്ട് ഡി ആർ ചെയ്യാം. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് സെയിം ആയിട്ടുള്ളത് മാത്രം ഡോട്ട് ചെയ്യാം. സെയിം ആയിട്ടുള്ളത് ഡോട്ട് ചെയ്യുമ്പോൾ എന്നിട്ട് സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടാൽ മതി. ഡോട്ട് ചെയ്യാന്ന് വെച്ചാൽ വലിയ കാര്യമായിട്ടൊന്നും ചിന്തിക്കണ്ട. ബാക്കിയുള്ള അങ്ങ് സാധാ മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെ അയ്യും അയ്യും ഡോട്ട് ചെയ്ത് അങ്ങ് 1 ആയി പോകുന്നേ ഉള്ളൂ. ബാക്കിയുള്ള ടൈം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വെക്കുക. അപ്പോൾ അയ്യും ഐ മാത്രം എടുക്കുക. അയ്യും ഐയും എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഐയും ഐയുടെയും കോയിഫിഷ്യൻ്റ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എഫിൻ്റെ അവിടെ എഫ് ഡോട്ട് ഡി ആർ അല്ലേ? അപ്പോൾ എഫിൻ്റെ അവിടെ ഐയുടെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ എക്സ് വൈ. അപ്പോൾ എക്സ് വൈ ആദ്യം ഇൻറ്റു ഡി ആറിൻ്റെ അവിടുത്തെ ഐയുടെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ഡി ടി പ്ലസ് ഇനിയും എഫിൻ്റെ അവിടുത്തെ ജെയുടെ കോയിഫിഷ്യൻ്റ് വൈ സെഡ്. ഡി ആറിൻ്റെ ജെയുടെ കോയിഫിഷ്യൻ്റ് 2t ഡി ടി പ്ലസ് എഫിൻ്റെ അവിടുത്തെ കെയുടെ കോയിഫിഷ്യൻ്റ് ഇസഡ് എക്സ്. ഡി ആറിൻ്റെ അവിടുത്തെ കെയുടെ കോയിഫിഷ്യൻ്റ് 3t സ്ക്വയർ ഡി ടി എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു ഡി ടി. എക്സ് വൈ ഈക്വൽ ടു ഡി ടി. അപ്പോൾ എന്ത് ചെയ്യാം, എക്സിന് ഇതിപ്പോൾ കണ്ടോ വിത്ത് റെസ്പെക്ട് ടു ഡി ടിയിലാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ കയ്യിൽ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്, 3 വേരിയബിളും ഉണ്ട്. അപ്പോൾ ഈ 3 വേരിയബിളിനെ നമുക്ക് നേരത്തെ പോലെ മാറ്റി ടിയിലേക്ക് ആക്കണം. അപ്പോൾ ടിയിലേക്ക് ആക്കാൻ വേണ്ടി നമുക്ക് അതൊക്കെ എവിടെ നിന്ന് എടുക്കാൻ പറ്റും? അപ്പോൾ നമുക്കിവിടെ കേർവിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ? കേർവിൻ്റെ ഇക്വേഷൻ ഇതാണ്. ആർ ഈക്വൽ ടു ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെ. ഇതാണ് നമ്മളുടെ കേർവിൻ്റെ ഇക്വേഷൻ. നമ്മൾ എന്ത് ചെയ്തു, ഈ കേർവിൻ്റെ ഇക്വേഷനിൽ നിന്ന് ആ വെക്റ്റർ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, പാരാമീറ്റർ ഇക്വേഷൻ എഴുതാൻ പറ്റും അല്ലേ? പാരാമീറ്റർ ഇക്വേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാം, പാരാമീറ്റർ ഇക്വേഷൻ എഴുതാൻ പോവാം. അപ്പം ഐയുടെ കോയിഫിഷ്യൻറ്റിൻ്റെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഈസ് ഈക്വൽ ടു ടി എന്ന് എഴുതാം അല്ലേ? എക്സ് ഈസ് ഈക്വൽ ടു ടി എന്ന് എഴുതാം. അതുപോലെ തന്നെ ജെയുടെ കോയിഫിഷ്യൻ്റ് അവിടെ വൈ ഈക്വൽ ടു ടി സ്ക്വയർ എന്ന് എഴുതാം. കെയുടെ കോയിഫിഷ്യൻ്റ് ഇസഡ് ഈക്വൽ ടു ടി ക്യൂബ് എന്നും എഴുതാം. അപ്പോൾ നമുക്ക് എക്സ് വൈ ഇസഡ് കിട്ടിയില്ലേ? കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഇതെല്ലാം ഈ കിട്ടിയ ഇക്വേഷൻ്റെ അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം എക്സ് ഇൻറ്റു വൈ എക്സിന് ആദ്യം എന്ത് ചെയ്യും, ടി എന്ന് കൊടുത്തു. വൈക്ക് ടി സ്ക്വയർ എന്ന് കൊടുത്തു. ഡി ടി അവസാനം കൊടുക്കാവേ, എല്ലായിടത്തും ഡി ടി ഉണ്ടല്ലോ, അതുകൊണ്ട് എല്ലാം ഡി ടിയിലല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഡി ടി അവസാനം കൊടുക്കും. പ്ലസ് വൈക്ക് ടി സ്ക്വയർ എന്ന് കൊടുത്തു. ഇസഡിന് ടി ക്യൂബ് എന്ന് കൊടുത്തു. എന്നിട്ട് മിച്ചമുള്ള 2t അതുപോലെ തന്നെ എഴുതി. ഡി ടി അവസാനം എഴുതുക. ഇസഡിന് ടി ക്യൂബ് എന്ന് കൊടുത്തു. എക്സിന് ടി എന്ന് കൊടുത്തു. ഇൻറ്റു 3t സ്ക്വയർ ഡി ടി അവസാനം ഡി ടി കൊടുത്തു. എന്നിട്ട് ഇതെന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ആവും. ഇതുണ്ടോ, 2 ബേസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 സെയിം ബേസ്, ഡിഫറെൻറ്റ് ബേസ് അല്ല, സെയിം ബേസ്. ബേസ് എന്ന് പറയുന്നത് ഇവിടെ ടി ആണ്, പവർ എന്ന് പറയുന്നത് 1ഉം 2ഉം ആണ്. അപ്പം 2 ബേസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാം, 2 ബേസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പവർ 2ഉം ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ t⁻1ഉം t സ്ക്വയറും. അപ്പോൾ t⁻1ഉം t സ്ക്വയറും മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് പറ്റും, ടി ക്യൂബ് കിട്ടും.
1 + 3 1 + 2 3 എന്ന് കിട്ടും. അപ്പോൾ t³ എന്ന് കിട്ടും. അടുത്തത് ഈ കോൺസ്റ്റന്റ് നമുക്ക് ഇങ്ങോട്ട് ആദ്യം ഫ്രണ്ടിലേക്ക് ഇട്ടേക്കാം. എന്നിട്ട് 3 ബേസ് സെയിമാ, പവറൊക്കെ ആഡ് ചെയ്യാൻ പറ്റത്തില്ലേ, മൾട്ടിപ്ലൈ ആ ഇടയ്ക്ക്. അപ്പോൾ എന്ത് ചെയ്യാം, 2 + 3 5 5 + 1 6. അപ്പോൾ t⁻6 പ്ലസ് അവിടുത്തെ കോൺസ്റ്റന്റ് എടുത്ത് ആദ്യം എഴുതി. എന്നിട്ട് നേരത്തെ പോലെ അല്ല, ഇത്ര നേരം ചെയ്ത പോലെ തന്നെ പവർ എല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ പവർ എത്ര ആവും, 3 + 1 ഇവിടെ ടീയുടെ മണ്ടയ്ക്ക് ഒന്നും ഇല്ലെങ്കിൽ t⁻1 ആണ്. അത് മറക്കല്ല്. ടീയുടെ മണ്ടയ്ക്ക് ഒന്നും തന്നിട്ടില്ലെങ്കിൽ t⁻1 ആണ്. അപ്പം 3 + 1 4 4 + 2 6. അപ്പോൾ t⁻6 dt. ഓക്കെ ഓക്കെ ആയില്ലേ? ഇനി എന്താ നമുക്ക് ചെയ്യണ്ടേ, ഇന്റഗ്രൽ അല്ലേ. നമുക്ക് f.dr കിട്ടി അല്ലേ, f.dr നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സോറി മക്കളെ, ചെറിയൊരു പനിയുണ്ട്, ചെറിയൊരു ചുമയൊക്കെ ഉണ്ട്, അതാ. നമുക്ക് f.dr കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം ഇന്റഗ്രൽ t³ + 2t⁻6 പ്ലസ് 3t⁻6 dt. ലിമിറ്റ് എന്ന് പറയുന്നത് എവിടെ തൊട്ട് എവിടെ വരാം, ലിമിറ്റ് 0 to 1. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലേ. ഇന്റഗ്രേറ്റ് ചെയ്യാം. ടീനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടും, t³ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടും t⁻3 + 1, അതായത് t⁻4 / 4 പ്ലസ് 2 × t⁻6 ഇന്റഗ്രേറ്റ് ചെയ്താൽ t⁻7 / 7. കോൺസ്റ്റന്റ് നമ്മൾ ആദ്യമേ മാറ്റി എഴുതി വെച്ചു കേട്ടോ. എന്നിട്ട് ടി ടേംസ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു ആരിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യണ്ടേ, dt ടീല്. അപ്പം എന്തൊക്കെ ആരിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാലും നമ്മൾ ആദ്യം കോൺസ്റ്റന്റ് അങ്ങോട്ട് മാറ്റി എഴുതി വെക്കുക, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. എന്നിട്ട് കോൺസ്റ്റന്റിനെ എടുത്ത് ഏറ്റവും പുറത്ത് കൊണ്ടിട്ടേക്കല്ലേ, അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ. ഏത് ടേമിന്റെ മുന്നിലാണോ കോൺസ്റ്റന്റ് എടുക്കുന്നത് അതിന്റെ മുന്നിൽ വേണം നമ്മൾ, മീൻസ് ക്വസ്റ്റ്യൻ്റെ അകത്ത് ഏത് ടേമിന്റെ മുന്നിലാണോ കോൺസ്റ്റന്റ് എടുക്കുന്നത് ആൻസറിൻ്റെ അകത്ത് വരുമ്പോഴും ആ ടേമിന്റെ മുന്നിൽ ആ കോൺസ്റ്റന്റ് കിടക്കണം. ക്യാൻസലായി പോവുകയാണെങ്കിൽ വിഷയമില്ല, ക്യാൻസലായി പോയിട്ടില്ലെങ്കിൽ ആ ടേമിന്റെ മുന്നിൽ ആ കോൺസ്റ്റന്റ് കിടന്നോണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ ഫൈനൽ ആൻസർ വരുമ്പോൾ തെറ്റും. അടുത്ത 3t² അല്ലേ, 3t⁻6 അല്ലേ, ആദ്യം 3 എഴുതി. എന്നിട്ട് t⁻6 ഇന്റഗ്രേറ്റ് ചെയ്തു. t⁻6 ഇന്റഗ്രേറ്റ് ചെയ്താൽ t⁻7 / 7. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ലിമിറ്റ് കൊടുക്കാം 0 to 1. അപ്പൊ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, 1/4 എന്താണ്, 1/4 1/4 പ്ലസ് t⁻7 t⁻7 1 കൊടുത്താൽ എന്ത് കിട്ടും, tക്ക് 1 കൊടുത്തു. അപ്പം t⁻7 എന്താണ്, 1/7. 1/7 എന്ന് വെച്ചാൽ എന്താണ്, 1 തന്നെ. അപ്പം 2 × 1/7 പ്ലസ് അടുത്ത 3 × അതേപോലെ തന്നെ 1/7 1 തന്നെ 1/7. വേണമെങ്കിൽ നമുക്ക് വേണ്ടി ഇതിൻ്റെ മണ്ടൊക്കെ എല്ലാം റേസ്റ്റ് എഴുതിയേക്കാം. എന്നിട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് മൈനസ് ഇട്ടു. എന്നിട്ട് ലോവർ ലിമിറ്റിൻ്റെ 0 കൊടുക്കുക. ഇവിടെ സൈനും കോസും അങ്ങനത്തെ ട്രിഗ്നോമെട്രി ഒന്നുമില്ല, ഓൾജബ്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലായിടത്തും ടി ഉണ്ട്. അപ്പോൾ ടി എല്ലാം ന്യൂമറേറ്ററിലുമാണ്. അപ്പോൾ ടിക്ക് 0 കൊടുത്താൽ എന്ത് പറ്റും, ന്യൂമറേറ്ററി 0 വന്നു കഴിഞ്ഞാൽ ടേം എല്ലാം 0 ആയിപ്പോവും. അപ്പം ഈ 3 ടേമും 0 ആയിപ്പോവും. അത് നിങ്ങൾ ഓരോ ടേമായിട്ട് ഇട്ട് നോക്കിയാലും നിങ്ങൾക്ക് അതേ കിട്ടത്തുള്ളൂ. അങ്ങനെ ഞാൻ മൊത്തത്തിൽ അങ്ങ് 0 കൊടുത്തു. എന്നിട്ട് ഞാനത് 1/4 1/4 1/4 പ്ലസ് 2 × 1 2/7 പ്ലസ് 3 × 1 3/7 ഈക്വൽ ടു ഇതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത്
ഇങ്ങനെ ഇവിടെ ഡിനോമിനേറ്റർ രണ്ട് സെയിം അല്ല, അതുകൊണ്ട് എനിക്ക് 5/7 എഴുതി. ഇപ്പോൾ 1/4 + 5/7 എഴുതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 27 ഡിവൈഡ് ബൈ 28. 27 ഡിവൈഡ് ബൈ 28 ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ, 27 ഡിവൈഡ് ബൈ 28. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു റീജിയൻ തരും, ഒരു ജോമെട്രിക്കൽ റീജിയൻ തരും. എന്നിട്ട് ആ ജോമെട്രിക്കൽ റീജിയൻ്റെ ടോട്ടൽ ലൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. നമുക്കൊരു ഇക്വേഷനും കൂടെ തരും. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് മീൻസ് ഒരു എന്താ ഒരു മീൻസ് ഒരു ഇൻ്റഗ്രൽ ഓവർ സി എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് തരും, ക്വസ്റ്റ്യൻ തരും. ഇൻ്റഗ്രൽ ഓവർ സി y dx മൈനസ് എക്സ് dy. അപ്പം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊരു കേർവ് തരും, ഒരു ജോമെട്രിക് റീജിയൻ തരും. അപ്പോൾ ആ ജോമെട്രിക് റീജിയൻ്റെ ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ സി y dx. നിങ്ങൾ എഴുതിക്കോണേ, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ സി y dx മൈനസ് എക്സ് dy where c is the triangular path, where c is the triangular path with the vertices 0, 0, 0, 0, 1, 0, 1, 2. ഇത് കണ്ടോ, നമുക്കിവിടെ ഒന്നും തന്നിട്ടില്ല. മീൻസ് എക്സ് ഈക്വൽ പാരാമീട്രിക് ഫോം തന്നിട്ടില്ല, വെക്ടർ ഇക്വേഷൻ തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. നമുക്കിവിടെ ഒരു 3 പോയിന്റാണ് തന്നിരിക്കുന്നത്, 3 പോയിന്റ്സ്. അപ്പോൾ ഈ 3 പോയിന്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 3 പോയിന്റിന്റെ ആ ഒരു റീജിയൻ നമുക്ക് വരയ്ക്കാം. ആദ്യം നമുക്ക് XY പ്ലെയിനിൽ ഈ 3 റീജിയൻ വെച്ചിട്ട് എന്താണ് ഉണ്ടാകുന്നത് പറഞ്ഞിട്ടുണ്ട്. ട്രയാങ്കുലർ പാത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ട്രയാങ്കുലർ പാത്ത് അങ്ങ് വരയ്ക്കാം. ആദ്യം 0, 0, അതിന് ഞാൻ A എന്ന് പറഞ്ഞ് നോട്ട് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. ഇനി 1, 2 അത് ഞാൻ 1, 0 അത് ഞാനിവിടെ കൊടുത്തു. അതിനെ ഞാൻ B എന്ന് കൊടുത്തു. എന്നിട്ട് അതുപോലെ തന്നെ ഏതാ പോയിന്റ് 1, 2 അതിനെ C എന്നും കൊടുത്തു. 1, 2. എന്നിട്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ട്രയാങ്കുലർ പാത്ത്. ഓക്കെ, ട്രയാങ്കിൾ ആയില്ലേ? ഇവിടെ ചെറിയൊരു വളവുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊരു ഡയറക്ഷൻ കൊടുക്കാം. ഒരു ഡയറക്ഷൻ ഞാൻ ഇപ്പം ഇങ്ങനെ കൊടുത്തു, AB BC C. ഈ ഡയറക്ഷൻ അത്യാവശ്യമാണ് നമുക്ക്, കാരണം നമുക്ക് ആ ഒരു ഡയറക്ഷനിൽ നമുക്ക് ലൈൻസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? AB എന്ന് പറഞ്ഞ ലൈൻ എടുക്കാം. അതൊക്കെ കണ്ടോ, ഇവിടെ നമുക്ക് ഇക്വേഷൻ ഒന്നും തന്നിട്ടില്ല, എക്സ് എന്ന് പറഞ്ഞ സാധനം ഒന്നും തന്നിട്ടില്ല. നമ്മളപ്പം ഓരോ ലൈൻ എടുത്തിട്ട് അവിടെ നിന്ന് ആ ലൈനിൽ നമ്മൾ ഇക്വേഷൻ ഇടണം. നേരത്തെ നമുക്ക് ലൈൻ തരുമായിരുന്നു, ഏതെങ്കിലും ഒരു കേർവിൻ്റെ ഇക്വേഷൻ തരുമായിരുന്നു. ഇവിടെ നമുക്ക് കേർവിൻ്റെ ഇക്വേഷനോ ഒന്നും തന്നിട്ടില്ല. നമുക്കൊരു റീജിയൻ മാത്രമുണ്ട്, ABC എന്ന് പറഞ്ഞൊരു 3 പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആദ്യം നമ്മൾ അവിടെ നിന്ന് നമ്മൾ AB എന്ന് പറഞ്ഞ ലൈൻ എടുത്തു. AB എന്ന് പറഞ്ഞ ലൈൻ എടുത്തു. ഈ AB എന്ന് പറഞ്ഞ ലൈനിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? AB എന്ന് പറഞ്ഞ ലൈനിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? അത് എവിടെ ഇരിക്കുന്നത്? എക്സ് ആക്സിസിലല്ലേ? അപ്പം എക്സ് ആക്സിസിൽ വന്നു കഴിഞ്ഞാൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? y = 0. y = 0 ആയിരിക്കും. അപ്പം ഇതിനെ ഞാൻ ഡിറൈവ് ചെയ്യുക.
അപ്പോൾ എന്ത് പറ്റും? dy ഈക്വൽ ടു 0 എന്ന് എനിക്ക് പറയാൻ പറ്റും അല്ലേ? ഇത് വന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻ്റഗ്രൽ സി വൈക്ക് 0 കൊടുത്തു, 0 dx മൈനസ് എക്സ് dy, എക്സ് dyക്ക് 0 കൊടുത്തു ഇൻറ്റു 0 ഈക്വൽ ടു മൊത്തം ടേം എന്താ പറ്റും? 0 മൈനസ് 0, 0 ആയിപ്പോയില്ലേ? മൊത്തം 0 ആയിപ്പോയി അല്ലേ? മൊത്തം 0 ആയിപ്പോയി, നമുക്ക് ഒന്നും ചെയ്യാനില്ലായിരുന്നു. അപ്പം എ ബി നമുക്ക് 0 ആയിട്ട് കിട്ടി. അതുപോലെ തന്നെ ഞാൻ ബി സി എടുക്കുമ്പോൾ ബി സി എന്ന് പറഞ്ഞ ലൈൻ എടുത്തു. ഈ ബി സി എന്ന് പറഞ്ഞ ലൈനിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഈ ബി സിയുടെ കണ്ടോ, ഇവിടെ 1,0 ആണ്, ഇവിടെ 1,2 ആണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. ഇതിൻ്റെ അകത്ത് ഈ ലൈനിൻ്റെ അകത്ത് ഏത് പോയിന്റ് എടുത്താലും എക്സ് ഇസിക്വൽ ടു 1 ആയിരിക്കും. ഇപ്പോൾ ഇത് നീട്ടി കുറച്ചും കൂടെ നീട്ടി വരച്ചെന്ന് വെച്ചോ, എക്സ് 1 എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ കുറച്ചും കൂടെ നീട്ടി വരച്ചു, എന്നാൽ പോലും അതിൻ്റെ എക്സ് ഇസിക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈൻ മാറത്തില്ല. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ ലൈനിൽ ചരിവും വളവും ഒന്നും കാണല്ല. ഈ ലൈൻ പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് എക്സ് ഇസിക്വൽ ടു 1 എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് പക്ഷേ ഇതിപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? എക്സ് ഇസിക്വൽ ടു 1 ആണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കാരണം ഇവിടെ കണ്ടോ, ബി ഈക്വൽ ടു 1,0 പിന്നെ സി ഈക്വൽ ടു 1,2 മീൻസ് അപ്പോൾ ഈ ലൈൻ പാരലൽ ആണെന്ന് പറയാൻ പറ്റും. കാരണം ഇവിടെയും എക്സിൻ്റെ വാല്യൂ 1 ആണ്, ബി എന്ന് പറഞ്ഞ പോയിന്റിൽ എക്സിൻ്റെ വാല്യൂ 1 ആണ്, സി എന്ന് പറഞ്ഞ പോയിന്റിലും എക്സിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ അത് കാരണം നമുക്ക് പറയാൻ പറ്റും എക്സ് ഇസിക്വൽ ടു 1 ആണെന്ന് പറയാൻ പറ്റും. മീൻസ് അതൊരു പാരലൽ ലൈനാണ്, പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാരലൽ ലൈൻ വിത്ത് പാരലൽ ടു എക്സ് വൈ ആക്സിസും പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസും. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ, മീൻസ് ഇങ്ങനെയാണ് പെർപെൻഡിക്കുലർ വരുന്നത്. അപ്പോൾ ഈ മാർക്കർ പെർപെൻഡിക്കുലർ, എൻ്റെ കൈക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ മാർക്കർ ഇരിക്കുന്നത്. പാരലൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ, ഈ മാർക്കർ ഇപ്പം എൻ്റെ കൈക്ക് പാരലല്ല, മീൻസ് ഇത് എത്ര നീട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയാലും ഈ എൻ്റെ കയ്യിൽ മുട്ടത്തില്ല. അപ്പം ഇത് ആർക്ക് പാരലല്ല? വൈ ആക്സിസിന് പാരലല്ല. ആർക്ക് പെർപെൻഡിക്കുലർ ആണ്? എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ 90 ഡിഗ്രി വന്നാൽ മാത്രമേ പെർപെൻഡിക്കുലർ ആവത്തുള്ളൂ കേട്ടോ. അപ്പൊ എന്ത് പറയാൻ പറ്റും? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു എല്ലാ പോയിന്റിലും 1 ആണെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും ഡയറക്റ്റ്. എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് ഡയറക്റ്റ് നമുക്ക് എഴുതാൻ പറ്റും. ഇനിയും നമുക്ക് അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ മെത്തേഡ് ഞാൻ അടുത്ത ലൈനിൽ സി എന്ന് പറഞ്ഞ ലൈനിൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു കാണിച്ചത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇതിൻ്റെ ആദ്യം നമുക്ക് ഇൻ്റഗ്രൽ സി അതെഴുതാം. ഇൻ്റഗ്രൽ സി വേണ്ട, ഇൻ്റഗ്രൽ സി വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ കൊടുത്തു. എന്നിട്ട് ഇൻ്റഗ്രൽ എക്സിന് 1 എന്ന് കൊടുത്തു, വൈക്ക് വൈ നമുക്ക് എന്താണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് വൈ അതുപോലെ തന്നെ ഇട്ടു. ഡി എക്സ് എന്താ? ഡി എക്സ് അറിയത്തില്ല, പക്ഷേ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഡി എക്സ് കിട്ടും അല്ലേ? അപ്പം ഡിറൈവ് ചെയ്ത് രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി എക്സ് ഈക്വൽ ടു 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0. അപ്പം ഡി എക്സിന് നമുക്ക് എന്ത് കൊടുക്കാം? 0 എന്ന് കൊടുക്കാം. ഡി എക്സിൻ്റെ വാല്യൂ കിട്ടി 0 എന്ന്. മൈനസ് 1 ഡി വൈ. ഇവിടെ അപ്പം എന്തായി? y ഇൻറ്റു 0 എന്താ? 0 ആയിപ്പോൾ. അപ്പം ബാക്കി എന്താ ഉള്ളത്? മൈനസ് 1 ഡി വൈ അല്ലേ? ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ആരിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? വിത്ത് റെസ്പെക്ട് ടു വൈയിൽ. അപ്പം വൈയുടെ ലിമിറ്റ് ഈ ലൈനിൽ വൈ, അപ്പം ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈയിലായതുകൊണ്ട് നമുക്ക് വൈയുടെ ലിമിറ്റ് വേണം കൊടുക്കാൻ. അപ്പം വൈ വേരി ചെയ്യുന്ന എവിടെ തൊട്ട് എവിടെ വരെ? y 0 തൊട്ട് 2 വരെ അല്ലേ? y 0 തൊട്ട് 2 വരെയാണ് y വേരി ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? y 0 തൊട്ട് 2 വരെ വേരി ചെയ്തു. നമ്മൾ കൊടുക്കുന്നു -1 dy എന്ന് വെച്ചാൽ എന്താണ്? -y
വിത്തിൻ ദ ലിമിറ്റ് 0 to 2. അപ്പം ബി സിയുടെ വാല്യൂ എന്ത് വരും? -2 -0 ഈക്വൽ ടു എന്താവും? -2. ബി സിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? ബി സിയുടെ വാല്യൂ -2 എന്ന് കിട്ടി. എ ബിയുടെ വാല്യൂ 0 എന്നും കിട്ടി, ബി സിയുടെ വാല്യൂ -2 എന്നും കിട്ടി. 2 ലൈനിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ ലൈനിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം, എ സി. അപ്പം എ സി എന്നാണ് ലൈനിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സോ എ സി അല്ല, സി എ, സി എ, സി എ. എ സി എന്ന് പറഞ്ഞാൽ എ സി എന്നല്ലല്ലോ നമ്മൾ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്, സി എ എന്നല്ലേ. അപ്പോൾ സി എ എന്ന് പറഞ്ഞാൽ ലൈനിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം, ഇക്വേഷൻ, ലൈനിൻ്റെ ഇക്വേഷൻ. അപ്പോൾ സി എ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ആദ്യം സിൻ്റെ പോയിന്റ് അറിയാം, 1,2 to 0,0. അപ്പം 1,2 ഞാൻ എന്ത് ചെയ്തു? x1 y1 എന്ന് കൊടുത്തു, 0,0 x2 y2 എന്നും കൊടുത്തു. എന്നിട്ട് ഞാൻ ഇക്വേഷൻ എഴുതി. ഇനി ഒരു 2 പോയിന്റ് തന്നിട്ട് ആ 2 പോയിന്റ് വെച്ചിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ്, അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് എഴുതുന്നത്: y - y1 ഡിവൈഡ് ബൈ y2 - y1 ഈക്വൽ ടു x - x1 ഡിവൈഡ് ബൈ x2 - x1. ഇത് ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കത്തില്ല പഠിച്ചിരിക്കുന്നത്, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം: y - y1 ഡിവൈഡ് ബൈ x - x1 ഈക്വൽ ടു, ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെയല്ല, ഇങ്ങനെ y അല്ല അത് പോട്ടെ, സോറി, അത് ഞാൻ മറന്നുപോയി. ഒരു സ്ലോപ്പിൻ്റെ ഇക്വേഷനിൽ വരും, സ്ലോപ്പ് ഇങ്ങനത്തെ ഒരു ഫോമിലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിരിക്കുക. y - y1 ഈക്വൽ ടു x - x1 ഡിവൈഡ് ബൈ y2 - y1 അല്ലെങ്കിൽ സാരില്ല, ഇപ്പം അത് വിട്ടേക്ക്. ഇതാണ് 2.4. 2 പോയിന്റ്സ് എന്നിട്ട് ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ഇതിനെ ഒരു ചെറിയൊരു മാറ്റം വരുത്തി അതിൻ്റെ വേറൊരു ഫോമിലും കൂടെ എഴുതും. ഞാൻ ആ ഫോം മറന്നുപോയി, സോറി. അപ്പം ഞാൻ വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ ആ ഇക്വേഷൻ പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താലും മതി. അപ്പം അതിൻ്റെ ഒരു സ്ലോപ്പിൻ്റെ രീതിയിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പം ഇപ്പം ഇതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയാലും ഇക്വേഷൻ തെറ്റൊന്നുമല്ല, ശരിയാണ്. അപ്പം നമുക്ക് അതിനെ സ്ലോപ്പിൻ്റെ രീതിയിലും എഴുതാം. നമുക്ക് എന്തായാലും ഇവിടെ ഇങ്ങനെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കപ്പം ബാക്ക് ടു ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാനിവിടെ ഇവിടെ എന്താണ് സി എ എന്ന് പറഞ്ഞ ലൈൻ, അതിൻ്റെ അകത്ത് സി എന്ന് പറഞ്ഞ പോയിന്റിന് 1,2 എന്നും കൊടുത്തു, എ എന്ന് പറഞ്ഞ പോയിന്റ് 0,0. അതായത് ആദ്യത്തെ പോയിന്റിന് x1 y1 എന്ന് കൊടുത്തു, രണ്ടാമത്തെ പോയിന്റിന് x2 y2 എന്നും കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഈ